കൊല്ലം കുണ്ടറയിൽ പോലീസ് മർദ്ദനത്തിൽ മരിച്ച സിയാദിന്റെ കുടുംബത്തിന് 8 ലക്ഷം രൂപയുടെ കടം. ഇവരുടെ വീടും ജപ്തി ഭീഷണിയിൽ. സിയാദ് ഇവരെ വിട്ട് പിരിഞ്ഞതോടെ ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു ആ കുടുംബം ഇപ്പോൾ അനാഥമായ അവസ്ഥയിലാണ്. ഏതാണ്ട് 8 ലക്ഷം രൂപയുടെ കടം ഇവർക്കുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല, ബാങ്കിൽ 10 വർഷത്തിന് മുമ്പ് എടുത്ത വായ്പ 2 ലക്ഷം രൂപയുടെ വായ്പ അതിപ്പോൾ 4 ലക്ഷമായി മാറി. 10 വർഷമായി ഇവർ വായ്പ അടവും മുടങ്ങിയിരിക്കുകയാണ്. വളരെ ദരിദ്രമായ ഒരു കുടുംബം. ഇപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ആ മകനിലായിരുന്നു. ആ സിയാദും നഷ്ടപ്പെട്ടതോടെ ഈ കുടുംബം ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള വലിയൊരു ആശങ്കയിലാണ്. സിയാദിൻ്റെ ഈ 2 കുരുന്നുകളുമുണ്ട്. അവരുടെയും ജീവിതം ഇപ്പോൾ ഒരാശങ്കയിലാണ്. എന്തായാലും ഈ അതിലാക്കാം, നിങ്ങളിപ്പോൾ എത്ര രൂപയുടെ കടമുണ്ട്? ഈ പറഞ്ഞ പോലെയാണോ ഇപ്പോഴത്തെ നിങ്ങളുടെ എന്താ സാമ്പത്തിക നില? ഇപ്പോൾ സാമ്പത്തിക നില എനിക്ക് സുഖമില്ല. എനിക്ക് ശ്വാസം മുട്ടെല്ലാം വന്ന് എനിക്ക് അടയ്ക്കാൻ ഉള്ള നിവൃത്തിയില്ല. എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. 8 ലക്ഷം രൂപയുടെ കടമുണ്ട് എനിക്ക്. അത് എങ്ങനെ വീട്ടുമെന്ന് പറഞ്ഞില്ല. എന്തോ ജപ്തി നോട്ടീസും വന്നിരിക്കുന്നു ഇവിടെ. ഞങ്ങളെന്തോ ചെയ്യും? അവനും ഒരു അത്താണിയായിരുന്നു. നമുക്ക് ഒന്നും ചെയ്യാൻ വയ്യ. ഇനി അവർ പറഞ്ഞേക്കുന്ന ഇനി നോട്ടീസ് വന്നു ഞങ്ങളെ ഇറക്കുമെന്ന്. ഞങ്ങളെങ്ങോട്ട് ഇറങ്ങിപ്പോകും. അതിൻ്റെ കോണം ഇല്ല. 4 സെൻറ്റ് തറ 3.5 സെൻറ്റേ ഉള്ളൂ. കയറിപ്പാൻ ഇടയിൽ എനിക്കാണെങ്കിൽ സുഖമില്ലാത്ത ഞാനും. ബാപ്പ പോയി വിഷമം കൊണ്ട് കരച്ചിൽ നിലവിൽ വരുന്നില്ല. പൊടി മക്കളല്ലേ. അവസാനം എപ്പോഴാണ് കാണുന്നത്? അവസാനമായിട്ട് ആശുപത്രി വെച്ച് തിരുവനന്തപുരത്ത് പോയോ? മോളുടെ പേരെന്താ? ആയിഷ. മോന്റെ പേരോ? അമീൻ മുഹമ്മദ്. ആയിഷയും അമീൻ മുഹമ്മദും ഒരു ചോദ്യചിഹ്നമാണ്. ഒപ്പം ബദർ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക പ്രശ്നമാണ്. അവരുടെ ഈ കടം എങ്ങനെ അടച്ചു തീർക്കുമെന്ന് കഴിയുന്നുമില്ല. ഒരു കൊച്ചു വീട്ടിലാണ് ഇവരുടെ ഇപ്പോഴത്തെ ഈ ജീവിതം. ഒരുപക്ഷെ ഈ ബാങ്ക് 10 വർഷമായി അവർക്കും സഹിക്കാവുന്നതിലൊരു പരിധിയൊക്കെ ഉണ്ടാവും. എന്തായാലും ഗവൺമെൻറ് ഇടപെട്ട് ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടേ മതിയാകൂ. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.